ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നെന്താ ക്രിക്കറ്റ് കളിക്കാൻ പോവാണോ എന്ന് ചോദിക്കാൻ വരട്ടെ. ആക്ച്വലി ഞാൻ ഇപ്പോഴും GFൽ തന്നെ നിൽക്കുകയാണ്. ഇന്ന് ഞാൻ കുറേ ചെടികൾ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇന്നത്തെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കോളേജിൻ്റെ സ്റ്റാളുകൾ കാണിച്ചു തരാനായിരുന്നു. ആക്ച്വലി ഞങ്ങൾക്ക് 3 സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. അതായത് തലയും വാലും ഉടലും അത് ഞങ്ങൾ അങ്ങ് എടുത്തു, അങ്ങനെ വേണം പറയേണ്ടി വരിക. അപ്പോൾ ഞാൻ അതിലേക്ക് പോകുന്ന ആ വഴിയിൽ കണ്ട ചെടികൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് വലിയ കാര്യം സംഭവിച്ചത്. കുറേ ചേട്ടന്മാരെല്ലാവരും കൂടെ ചേർന്നിട്ട് ആചാര്യൻ്റെ ഒരു പ്രതിമ എടുത്ത് ആ ട്രോളിക്കകത്ത് കൊണ്ടുപോകുന്നു. അപ്പം ഞാൻ എൻ്റെ മരണ വീട്ടിൽ നിൽക്കുന്ന പോലെ കുറച്ചൊന്ന് കരയൊക്കെ ചെയ്തു. അയ്യോ, ഭയങ്കര കോമഡി ആയിരുന്നു, കരച്ചിലുമായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ സ്റ്റാള്. ഇവിടെ കുറേ ഇങ്ങനെ ഡെമോൺസ്ട്രേഷൻ മിനിയേച്ചർ ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ നേതൃത്വം വഹിച്ചത് അനീഷ് സാറായിരുന്നു, പഞ്ചകർമ്മ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. അപ്പോൾ സാരവാമനം അതിൻ്റെയൊക്കെ കുറേ മിനിയേച്ചറൊക്കെ ഉണ്ടാക്കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ശിരോവസ്തി, ശിരോധാര അതൊക്കെ എങ്ങനെ ചെയ്യണം. പിന്നെ അനാട്ടമി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വകയായിട്ട് നാഡികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പ്രസൂതി അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഇനി ഫൈനൽ പ്രൊഫൈലല്ലേ പഠിക്കുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിവുണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ ഇനിയിപ്പോൾ ഉടനെ പഠിക്കാം. ഇത് ദ്രവ്യഗുണം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ്, ഇതെല്ലാം വിജയ മാമിൻ്റെയാണ്. പിന്നെ ഞങ്ങളത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ജാറിനകത്ത് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന കളറുണ്ടല്ലോ. പിന്നെ താഴെയും കുറേ മോഡൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ചാർട്ട് ഉണ്ടായിരുന്നു. പിന്നെ കിഡ്നി, പിന്നെന്താ വെർട്ടിബ്രേ. ഈ കാണുന്നത് അഷ്ടനിന്ദിതയ, അത് 21st ചാപ്റ്റർ ഓഫ് ചരകം സൂത്രസ്ഥാനം. പിന്നെ ഹെർബേറിയം, പിന്നെ കുറേ യന്ത്രങ്ങളുണ്ടായിരുന്നു. തിര്യക്വാദന യന്ത്രം, പിടരയന്ത്രം, മൂഷ, പിന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്രഗ്സുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും കണ്ണ്. അപ്പോഴത്തേക്കാണ് ഡോക്ടർ കണ്ണൻ നായർ അവിടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. ആക്ച്വലി അത് ഹാർട്ടിനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. നല്ലതായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ പ്രസൂതി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു. പ്രസൂതി ആൻഡ് കൗമാരം നല്ലതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത സ്റ്റോളിലേക്ക് പോയി. ഇതാണ് ഞങ്ങളുടെ മെയിൻ സ്റ്റോള്. ഇത് ഹോസ്പിറ്റാലിറ്റി ആണ്. അപ്പം ഞാൻ നല്ല രസമുണ്ടായിരുന്നു. ഒരു ധന്വന്തരി പ്രതിമയൊക്കെ കൊണ്ടുവച്ചിട്ട് അപ്പം ഞാൻ അവിടെ പോയി ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ക്രീനിൽ ഞങ്ങൾ ഡിസ്പ്ലേ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ കോളേജിലെ മെഡിസിൻസൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത സ്റ്റോളിലേക്ക് പോകണം. ആക്ച്വലി ഭയങ്കര തിരക്കും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ തന്നെ എത്തിയത് കാരണം ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്യുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ആദ്യം വന്നു. ഞങ്ങളുടെ സ്റ്റോളും സെറ്റ് ചെയ്യുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കുറേ ഡ്രഗ്സ് ഇങ്ങനെ കൊണ്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഡ്രഗ്സ്, പിപ്പലി, മരിജയം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ സന്തു സാറിൻ്റെ വക, ഇതാണ് സന്തു സാറ്, സാറിൻ്റെ വക ഓരോ ഡ്രഗ്സിനെയും പരിചയപ്പെടുത്തി തന്നു. ഓരോന്നിൻ്റെ ബൊട്ടാണിക്കൽ നെയിം, അതിൻ്റെ മലയാളം പേര്, അതൊക്കെ. പിന്നെ നമ്മൾ ആ സ്റ്റെപ്പുകളിലൊക്കെ വേറെ ഏതോ കോളേജിൻ്റെ കുറേ ഡ്രഗ്സൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാവുന്ന ചെടികൾ, അതായത് നമ്മളെ വീട്ടിലും പറമ്പിലും ഒക്കെ കണ്ടിട്ടുള്ള ചെടികൾ ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ടിന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അരുളി, തുളസി, നിർഗുണ്ടി, വൈറ്റക്സ് നിർഗുണ്ടോ, കരിനൊച്ചി, പിന്നെ തെറ്റി, പിന്നെ ചെമ്പരത്തിയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കുറേ ചെടികൾ എനിക്ക് ആക്ച്വലി അറിയാവുന്നതിനേക്കാൾ അറിഞ്ഞുകൂടാത്തതാണ് ഏറ്റവും കൂടുതലുള്ളത്. അതൊക്കെ പഠിക്കാനാണല്ലോ ഇനി നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ആശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എവിടെയോ കയറി പോകുന്നുണ്ട്. ഇവിടെ മൈലാഞ്ചി ഉണ്ടായിരുന്നു. പിന്നെ കാട്ടുനെല്ലിക്ക ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എന്തോ ഒരു സംഭവം കൂടി, ഇവിടെ ഒരു മാതളത്തിൻ്റെ ഒരു ചെടി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഞാനിങ്ങനെ വാതോരാതെ ചെടികളെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ചെടികൾ ഓക്കെ, മറ്റേ ഗാലറി ഓഫ് മെഡിസിനൽ പ്ലാന്റ്സ് അതാണ് ഞാൻ പഠിക്കുന്നത്, അതുകൊണ്ട് ഓക്കെ. ആക്ച്വലി ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നതിന് കാരണം അവിടെ കൂളറുണ്ട്, നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. If you like the video, like, share and subscribe. Tata, bye bye.